എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കരുതുന്നു. ഞങ്ങൾ സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള 2 ദിവസം, ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കരുതി എന്തായാലും ഞാൻ ഈ വ്ളോഗ് ഇട്ട് കഴിയുമ്പോൾ കുറേ പേര് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ടിരുന്നപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ, അതായത് ലാൽ ചേച്ചിയുടെയൊക്കെ വീട്ടിൽ, കുട്ടാണ്ണൻ ലാൽ ചേച്ചിയൊക്കെ വീട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതായിട്ട് കുറച്ച് തെങ്ങൊക്കെ മുറിക്കൽ നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് നടന്നൊന്നും പോയില്ല, കാല് കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ തെങ്ങ് മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ലാൽ ചേച്ചി അവിടുന്ന് കരിക്കൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പോഴേ അപ്പം അച്ഛനും അമ്മയുടെ കരിക്കൊക്കെ വെട്ടി തന്ന് ഞാൻ അതിൻ്റെ കരിക്കും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഡയറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നോ? ഞാനൊരു ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് കലാപരിപാടികളും ആ വീഡിയോയിലൊക്കെ പറയാം. അപ്പം എനിക്ക് കരിയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പം വാട്സപ്പിലും ഒക്കെ മെസ്സേജ് ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞതിന് ഇപ്പോൾ പറയാനുള്ള ചതവാണ് മെയിൻ. മുട്ടിന് താഴോട്ട് ചതവുണ്ട്. അമ്മ വിട്ടുന്ന രാവിലെ പഴങ്കഞ്ഞൊക്കെ അടിക്കുകയാണ് കേട്ടോ ഉരുളിക്കകത്ത്. അപ്പോൾ എന്നോട് ഡോക്ടർ നടക്കല് കാലിൽ നീട്ടി വെച്ചിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ പണ്ടേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കുന്നതൊക്കെ ഭയങ്കര പാടാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വെളിയിലൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇരിക്കും. എന്നാൽ ഫുൾ ടൈം ഇരിക്കത്തില്ല കേട്ടോ. കാലിങ്ങനെ താത്തിട്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നീരാവുമായിരുന്നു ആ ടൈമിൽ. അതുകൊണ്ട് വേദന ഉണ്ടായിരുന്നുകൊണ്ട് കട്ടിലേക്ക് കിടക്കും. അപ്പോൾ റൂമിൽ കിടന്ന് ബോറടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഹാളിൽ വന്ന് ടി വി ഒക്കെ കണ്ടോട്ട് കിടക്കും. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ആദി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വയ്യാതെ വീട്ടിൽ വന്നെന്ന് അറിഞ്ഞപ്പോഴേ അവന് വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോൾ അടുത്ത് തന്നെ ആദിയുടെ സ്കൂള്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് അമ്മ വിളിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ചോറൊക്കെ കഴിച്ചിട്ട് പോവും, എന്നെ കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് ഓടി വന്നതാണ് കേട്ടോ. പിന്നെ പണി തുടങ്ങി അവൻ വന്നു കഴിഞ്ഞ് പിന്നെ അതിലിട്ട് കുത്തൽ, തോണ്ടൽ, എന്ത് പറ്റി, അത് പറ്റി, ഇത് പറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ പുറത്തൊന്നും മാറത്തില്ല. പിന്നെ കുറച്ച് നേരം എൻ്റെ കൂടെ കിടന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ, പാവം. ഇപ്പം കുഞ്ഞാവെ കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരവ് കുറവാണ്. അമ്മയുടെ അടുത്ത് അച്ഛനടുത്തോട്ട് വരവ് കുറവാണ്. അവിടെ എപ്പോഴും വാവയുടെ കൂടെ ഇരിപ്പാണ് പരിപാടി. സ്കൂളിൽ നിന്ന് ഓടി വന്നാലും ചേച്ചി പറയും വാവയുടെ കൂട്ടിരുന്ന് ഹോംവർക്ക് എഴുതത്തോളം അത് ഇതെന്നൊക്കെ പറയും. അതുകൊണ്ട് ഇപ്പോൾ വാവയെ കിട്ടിയതിന് ശേഷം അവന് വീട്ടിലോട്ടുള്ള വരവ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അമ്മേന്ന് പരിപ്പും പപ്പടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് നല്ല കൊച്ചാണ്. എൻ്റെ ഡയറ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇടാൻ കേട്ടോ. ഇപ്പോൾ ഇതിൽ നിന്ന് റിക്കവറായിട്ട് ഇടാമെന്ന് കരുതി ഇരിക്കുകയാണ്. എന്നാലും 1-2 ദിവസത്തിനകത്ത് ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. സക്സസ് ആവുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ നമ്മൾ ഡയറ്റ് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അച്ഛൻ കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം അങ്ങ് സ്കൂളിൽ പോയി. പിന്നെ അണ്ണനും ചേച്ചിയൊക്കെ വന്നു പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കുറച്ച് നേരം റൂമിൽ പോയി കിടന്നു. എൻ്റെ ഒരു കാല് ഭയങ്കര വണ്ണവും, ഒരു കാലിൽ വണ്ണക്കുറവല്ലേ, നീരാണ് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം കിടന്നൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകിട്ടായപ്പോൾ വീണ്ടും ഫോണും എടുത്ത് വെളിയിലോട്ട് ഇറങ്ങി. കുറച്ച് നേരം ഒന്ന് അതിലെ കൂടെ ഒക്കെ നടക്കാമെന്ന് കരുതി. പൊട്ടലൊന്നും ഇല്ലാത്തതിൻ്റെ നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉന്തി വലിഞ്ഞ് അവിടെയൊക്കെ നടപ്പായിരുന്നു വൈകിട്ട് പരിപാടി. അമ്മ ഇങ്ങനെ പുറകെ കിടപ്പുണ്ട്, കീറിപ്പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പച്ചപ്പ് ഹരിതാവയൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. വയ്യാങ്കിലെന്താ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാനാണ് മെയിനായിട്ട് ഈ വീഡിയോ. നമുക്ക് ലാസ്റ്റ് വീഡിയോ വന്നൊരു കമൻ്റായിരുന്നു, അമ്മയ്ക്ക് വയ്യായിരിക്കല്ലേ, വീട്ടിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ. കഴിഞ്ഞ 9th നമുക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഞാനൊരു 2 ആഴ്ചയോളം വീട്ടിലുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം പോരാ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന് വയ്യാന്ന് പറഞ്ഞത് അച്ഛന് ചിക്കൻ ബോക്സ് വന്നു. അപ്പം അച്ഛൻ്റെ അടുത്തേക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ നമ്മൾ മാമിയുടെ വീട്ടിലാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പം മാമിയുടെ അങ്ങാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ അന്ന് വീട്ടിലില്ല. ഏട്ടൻ്റെ അന്ന് ഞാനെടുത്ത വീഡിയോ കോളാണിത്. ഞങ്ങൾക്ക് സാറ്റർഡേ ആക്സിഡൻറ്റ് പറ്റുന്നു, സൺഡേ ഏട്ടന് ഫ്ലൈറ്റ് ആയിരുന്നു. ഏട്ടന് മുംബൈയിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഏട്ടനും വീട്ടിലില്ല. ട്രെയിനിൽ ഇരുന്നുകൊണ്ട് റേഞ്ച് ഇല്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് എന്നെ ഇനി കൊണ്ടാക്കിയത്. ഞാനിപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് നിന്നാലും എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് എനിക്ക് അച്ഛനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അനിയനും അച്ഛനും വീട്ടിൽ അങ്ങനെ രീതിക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോരുന്നത്. അപ്പം അമ്മയ്ക്കും ഈ സ്റ്റിച്ചൊക്കെ എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് അമ്മയെ ഒട്ടും വീട്ടിൽ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ മാമിയുടെ ആക്കി. അങ്ങനായിരുന്നു. ഞങ്ങളെല്ലാം പലയിടത്തായിപ്പോയി. ഞാനിങ്ങ് വീട്ടിൽ വന്നു, അമ്മ മാമിയുടെ അങ്ങ് പോയി. ഏട്ടന് മുംബൈയിൽ പോകണം. ഏട്ടനാണ് ഈ വയ്യായിക എല്ലാം വെച്ചുകൊണ്ടായിരുന്നു മുംബൈയിൽ പോയത്. ഏട്ടൻ്റെ കണ്ടീഷൻ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ.
അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇനി പോരുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളെല്ലാം ഇപ്പം യുണൈറ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. നമുക്കെപ്പം ഒരു ചീത്ത സമയം ഉണ്ടായാലും ഒരു നല്ല സമയം പിന്നീട് ഉണ്ടായിരിക്കും. അച്ഛൻ വീട്ടിൽ നിന്ന് ചെരുപ്പാണത് കേട്ടോ. അച്ഛൻ വീട്ടിൽ നിന്ന് ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഏന്തി വലിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടപ്പായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നേരം കടയിലിരുന്നു അമ്മയുടെ കൂടെ. അച്ഛനും വയ്യാത്തതുകൊണ്ട് അമ്മ കടയിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ സ്റ്റൂളിൽ കാലൊക്കെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിപ്പായിരുന്നു. അവിടെ എനിക്ക് നല്ല ചതവായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഏട്ടനെ എപ്പോഴും ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയായിരുന്നു മെയിൻ പരിപാടി. ഏട്ടന് വയ്യാതല്ലേ പോയത്. അത്രയും പറ്റിയിട്ടും ഏട്ടൻ അത്രയും പോകേണ്ട അർജൻറ്റ് ആയതുകൊണ്ടായിരുന്നു ഏട്ടന്ന് പോയെ. എറണാകുളത്തു നിന്ന് അന്ന് വൈകിട്ട് ട്രെയിന്, രാത്രി 11 മണിക്ക് സൺഡേ ഫ്ലൈറ്റുമായിരുന്നു. അപ്പം അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഇത് തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചാണ്. ഇത് നമുക്ക് ആക്സിഡൻറ്റ് പറ്റി 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വെളിയിലൊക്കെ രാവിലെ ഇറങ്ങി അമ്മയുടെ കൂടെ ഒക്കെ ഇരുന്നു. അവിടെ ഇരിപ്പായിരുന്നു പരിപാടി. എല്ലായിടവും പോയി ഇവരുടെ കൂടി ഇരിക്കും. കാലിൽ നല്ല എന്തുവാണെന്നറിയത്തില്ല, എനിക്ക് ഒട്ടും സെൻസേഷൻ ഇല്ലാത്ത കുറേ ദിവസങ്ങളായിരുന്നു. ഇപ്പോഴും സെൻസേഷൻ നല്ല കുറവുണ്ട്. ഇങ്ങനെ ഉണ്ട കണക്കിരിക്കുകയായിരുന്നു കാല്. എന്നാൽ കട്ടിലേക്ക് കിടക്കുമോ? ഇല്ല, എനിക്ക് അവരെ പുറകെ അവിടെ പോയി ഇരിക്കണം. അപ്പം കുഴപ്പമില്ല കേട്ടോ. അയത്തേൻ്റെ കാലിൻ്റെ കണ്ടീഷൻ ലാസ്റ്റ് പറയാം. അയത്തേടെ പറഞ്ഞേക്കുന്നത് ഒന്നും വീഡിയോയിലിടല്ലെന്ന് എന്നാലും നിങ്ങൾ ചോദിക്കത്തില്ല, ഞാൻ അതുകൊണ്ടാണ് ഇടാൻ കേട്ടോ. അവിടെ എനിക്ക് കറക്റ്റ് വണ്ടി ഇടിച്ചൊരു ഞണുക്ക് പോലങ്ങായി. എന്നാലും ഓക്കെയാണ്. അച്ഛനെ കണ്ടില്ലെന്ന് ചോദിച്ചെടുക്കുക. അച്ഛൻ കൊണ്ട് കേട്ടോ. അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇച്ചിരി മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആക്റ്റീവാണ് പുള്ളി കേട്ടോ. അച്ഛനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അതിൻ്റെ ഒന്നും വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അച്ഛൻ ഓക്കെയാണ് കേട്ടോ. അച്ഛന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അച്ഛനിപ്പോൾ മറ്റേ വെള്ളത്തിൻ്റെ പരിപാടി അതൊന്നുമില്ല, ബോട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ആരും ഇനി കോണ്ടാക്ട് ചെയ്യേണ്ട അച്ഛനെ. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അച്ഛൻ ആക്റ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അച്ഛൻ സേഫായിട്ട് സെറ്റായിട്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം പിന്നെ കുറേ നേരം ഞാൻ അവിടെ നിന്ന് ചിലവഴിച്ചില്ല. ഞാൻ അന്ന് പിന്നെ അകത്തു വരുന്നു. ഏട്ടനെ വീഡിയോ കോൾ വിളിക്കണം, അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഏട്ടനെ വീഡിയോ കോൾ വിളിച്ച് ആ ദിവസം ഏട്ടൻ മുംബൈയിലായിരുന്നു. മരുന്നൊക്കെ കൊണ്ടാണ് പോയത്. എണ്ണയൊക്കെ ഇട്ട് തടവണേന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ അന്ന് അവർ റെഡിയായിട്ടൊക്കെ ഇറങ്ങിയതാണിത് കേട്ടോ. അങ്ങനെ ഏട്ടൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അന്ന് രാത്രി തന്നെ തിരിച്ചു. പിറ്റേന്ന് ഏട്ടൻ വന്നു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അന്ന് രാവിലെ അമ്മ തലേന്ന് കിട്ടിയ വാഴക്കൊലയുടെ വാഴപ്പിണ്ടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് തോരൻ വെക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഏട്ടൻ അന്ന് രാവിലെ 8 മണിയൊക്കെ ആയപ്പം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ വെച്ചാൽ പൊരിക്കൽ വന്നു. എന്നിട്ട് അന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് ഹോസ്പിറ്റലിൽ പോകണം. 3 ദിവസമായിട്ട് നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ഏട്ടൻ വരുന്നതിന് മുന്നേ ഫുഡൊക്കെ അമ്മ ആക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള തിരക്കിലായിരുന്നു അമ്മ കേട്ടോ. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് അമ്മ അങ്ങനെ ചെയ്യിക്കത്തൊന്നുമില്ല. ഞാൻ ഫുൾ ടൈം അവിടെ എവിടെയെങ്കിലും കിടക്കും. പിന്നെ കുറേ നേരം കിടന്ന് ബോറടിക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഇറങ്ങുന്നത്. ഭയങ്കര ഇതല്ലേ, നമ്മൾ ഒരിടത്ത് തന്നെ കിടക്കുമ്പോൾ ഭയങ്കര പാടാണ്. ദൈവമേ, ആർക്കും ഒന്നും വരത്തല്ലേ എന്നാണ് ഭഗവാനെ. പിന്നെ ഞാൻ ഏട്ടനെ വീഡിയോ കോൾ വിളിച്ചു. ഏട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ദിവസമായിട്ട് ഉറക്കമൊക്കെ ഭയങ്കര ഇതായിരുന്നു. വയ്യാതാണ് പോയത്. അപ്പം ഏട്ടനോട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ്. പിന്നെ വൈകിട്ട് നമുക്ക് ഡോക്ടറെ വീട്ടിലാണ് പോകുന്നത്. അതുകൊണ്ട് ഏട്ടൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയൊക്കെ വീഡിയോ കോൾ വിളിച്ച് ഏട്ടനായിട്ടൊക്കെ സംസാരിച്ച് ഓക്കെയാണ് ഏട്ടാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വൈകിട്ട് ഏട്ടൻ വന്നായിരുന്നു. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് വണ്ടി ഇരുന്ന് വീഡിയോ എടുക്കാൻ തന്നെ ഇപ്പോൾ പേടിയാണ്. അന്ന് തന്നെ ഞാൻ വ്ളോഗൊക്കെ എടുത്ത വണ്ടി ഇരുന്ന് എടുത്ത് എനിക്ക് പേടിയാണ്, ഓർക്കാൻ വയ്യ. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഓക്കെ. അപ്പം നമ്മൾ പടപുഴയുള്ള നമ്മുടെ ഓർത്തോ ഡോക്ടറില്ലേ, സനൽ ഡോക്ടർ, പുള്ളിയുടെ അടുത്താണ് വന്നത്. നമുക്ക് ചെറിയൊരു മുറിവാണ്, പിന്നെ ഫുൾ ചതവാന്ന് പറഞ്ഞു. നല്ലപോലെ മസിലും മാംസവും ഉടഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഏട്ടനും സെയിം സംഭവമായിരുന്നു. ഞാൻ ഏട്ടൻ്റെ ഒന്നും ഇടരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ്റെ ഒന്നും അധികം കാണിക്കാത്തിട്ട്. സൈഡിൽ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചേക്കാം. ഏട്ടൻ്റെ തുടയിലുള്ളൊരു ചതവ.
അപ്പോൾ അതിന് കുഴപ്പമില്ല, പുള്ളി സെറ്റാക്കി തരുമെന്ന് പറഞ്ഞ് അങ്ങനെ നീരും ചതവും കുറയാനുള്ളൊരു മരുന്ന് വെച്ച് കെട്ടണമെന്ന് പറഞ്ഞു. അതാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. ഇപ്പം നമ്മൾ ഓക്കെയാണ്. അന്ന് ആ വീഡിയോ എടുക്കുന്ന ടൈമിൽ നല്ല വയ്യായിക, നല്ല നീരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ മുറിവ് ചെറിയൊരു മുറിവായിരുന്നു, എന്തോ ജസ്റ്റ് ബീറ്റാഡിനൊക്കെ വെച്ച് അത് കെട്ടിയിട്ട് പിന്നെ മറ്റേ എന്തുവാ നീര് കുറയാനുള്ള മരുന്നൊക്കെ വെച്ച് കെട്ടി കേട്ടോ. അപ്പം ഞാൻ താണ്ടേ ഇവിടെ മരുന്നിട്ടിട്ട് ഇരിക്കുകയാണ്. ആ കോട്ടൺ സംഭവം ഇനി വെക്കണം. ഒക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഒന്നും ഒരുങ്ങാനും ഒന്നും തോന്നുന്നില്ലായിരുന്നു. അന്ന് ഞാൻ കണ്ടെഴുതിയില്ല, ഞാൻ അതൊരു കമ്മൽ പോലും ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ആശുപത്രി വന്നപ്പോൾ. എനിക്ക് എന്തോ ഒരു ഭയങ്കര ഏട്ടനെ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ട് അപ്പം എനിക്കതൊക്കെയായിരുന്നു ആ ദിവസത്തെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ. ഏട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏട്ടനെ വയ്യാതെ പോയ യാത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്ന് ഓവർ തിങ്കിൻ്റെ കൂമ്പാരമായി ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടുമായിരുന്നു. പിന്നെ ഓക്കെ ആയി കേട്ടോ. പിന്നെ ഗ്രാജുവലി അങ്ങ് സെറ്റായി. അന്നത്തെ ദിവസങ്ങളായിരുന്നു, ആ ദിവസങ്ങൾ നമ്മുടെ കഴിഞ്ഞു പോയ ദിവസങ്ങൾ നമ്മൾ തള്ളി നീക്കാൻ പെട്ട പാട് നമുക്ക് നല്ലപോലെ പാട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം സെറ്റാണ് കേട്ടോ. നനയ്ക്കരുത് 2 ദിവസത്തേക്ക് നനയ്ക്കരുത്. മറ്റന്നാ വൈകിട്ട് വരണം അല്ലേ? നേരത്തെ വരണം കേട്ടോ, ഇത്രയും താമസിക്കരുത്. അങ്ങനെ നമ്മുടെ മുറിവല്ല ചതവൊക്കെ മരുന്ന് വെച്ച് കെട്ടി. പിന്നെ ഞാനൊന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു വ്ളോഗ് സംഭവം ആക്കണമെന്ന് കരുതിയൊന്നും എടുത്തതല്ല. എന്തായാലും ആക്സിഡൻ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയാം കുറേ സംഭവങ്ങൾ ഇങ്ങനെ വരുമെന്ന്. അപ്പം എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന രീതിയിൽ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഏട്ടനെ കാണിച്ചൊന്നും ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഓക്കെയാണ്, നമ്മൾ ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുന്നു. നിങ്ങളും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വഴിയേ ഇടാം. എല്ലാവരും തിരക്കുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. നമുക്ക് ഒരു വയ്യായിക വരുമ്പോഴാണ് നമുക്ക് ആരൊക്കെ നമ്മൾ തിരക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് പേര് തിരക്കി. ഞാൻ മെസ്സേജ് ഇടാത്തയും വിളിക്കാത്ത ഒത്തിരി ഫ്രണ്ട്സൊക്കെ വിളിച്ചു. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.